പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട നാരായണ പൂജാരി, ഉദ്ഘാടകൻ നമ്മുടെ പ്രിയപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താൻ സാർ, മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, വേദിയിലുള്ള സംസ്ഥാന നേതാക്കൾ, ജില്ലാ നേതാക്കൾ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, 6 പതിറ്റാണ്ടുകളിലേറെയായി തെക്കൻ കേരളത്തിൻ്റെ എറണാകുളത്തിൻ്റെ മണ്ണിൽ ജന്മമെടുത്ത KHR അല്ലെങ്കിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഈ ഷഷ്ടി പൂർത്തിയിലെത്തി നിൽക്കുമ്പോൾ ഏകദേശം 1 വർഷക്കാലം മുൻപ് സംസ്ഥാന കമ്മിറ്റി വിഭാവനം ചെയ്ത ഈ സുരക്ഷാ പദ്ധതി ഈ 1 വർഷത്തിനിടയിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മരിച്ച 3 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു സംഘടനകളും ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നോക്കുമ്പോൾ 10 ലക്ഷം രൂപ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു തുക കൊടുക്കുന്ന സംഘടന നമ്മുടെ സംഘടന തന്നെയാണ്. പല ഹോട്ടലുകളിലും ആളുകളെ ചേർക്കാൻ പോകുമ്പോൾ നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ മരിച്ചതിന് ശേഷം എനിക്ക് എന്തിനാണ് ഈ തുക? പ്രിയപ്പെട്ടവരെ, ഇന്ന് മരിച്ച വ്യക്തിയും അല്ലെങ്കിൽ പലരും ഈ സംഘടന മരിച്ച 35ഓളം ആളുകൾ നോക്കി നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണ മരിച്ച ആളുകളാണ്. നമ്മൾ എന്ന് മരിക്കും, എന്ന് ജനിക്കും എന്ന് നമ്മൾക്ക് അറിവുള്ള കാര്യമല്ലല്ലോ. പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് ഈ 10 വർഷക്കാലം, 20 വർഷക്കാലം, 30 വർഷക്കാലം ഹോട്ടൽ പ്രവർത്തിച്ചിട്ട് സമ്പാദ്യങ്ങളായി ഓരോ ഹോട്ടലുകാരനും ഉള്ളത് അവൻ്റെ മേശപ്പുറത്ത് ഈ വണ്ണമുള്ള കുറേ ബുക്കുകൾ മാത്രമായിരിക്കും. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവ അല്ലെങ്കിൽ പിക്നിക്ക് അടയ്ക്കുന്നവ, ഇതൊക്കെ തന്നെ ബാലൻസ് ഉള്ളൂ. പക്ഷേ ഈ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായവർ, ഇപ്പോൾ ഈ അംഗമായിരിക്കുന്ന ആളുകളെല്ലാം ചിലപ്പോൾ 1500 രൂപ, 2000 രൂപ ഇതൊക്കെ അടച്ച ആളുകളാണ്. അത് ആളുകളായതുകൊണ്ട് പെട്ടെന്ന് പോയെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ വരുന്നതിൻ്റെ അർത്ഥം. നമ്മളൊരു പദ്ധതിയിൽ അംഗമായാൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും. ഞാൻ ഈ പദ്ധതിയെക്കുറിച്ച് ദീർഘമായി ഒന്നും പറയുന്നില്ല. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമായ രീതിയിൽ പദ്ധതിയെക്കുറിച്ചൊരു വിശദീകരണം ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ നമ്മുടെ കാസർഗോഡ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി അവരുമാണ്. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിലേക്ക്. നമ്മുടെ ഉദ്ഘാടകൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ജനകീയ MP. അങ്ങോട്ടൊന്ന് ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. രണ്ടാമത് ഇങ്ങോട്ട് നമ്മൾ തിരിച്ചു വിളിച്ച് ആരാണ് എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് നമ്മുടെ സംഘടനയെക്കുറിച്ച് മനസ്സിലാക്കി, സംഘടന പ്രവർത്തനത്തിൻ്റെ രീതിയെക്കുറിച്ച് മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രിയങ്കരനായ MP നമ്മോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. നമുക്ക് സന്തോഷപ്രദമായ കാര്യമാണ്. വെറുതെ ഒരാൾ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു കഴിയുമ്പോൾ ഓടി വന്നിട്ട് വേദിയിൽ വന്നിരുന്നിട്ട് ഏതാണെന്ന് ചോദിക്കുകയല്ല. നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട കാസർഗോഡിൻ്റെ ജനകീയ MP-യാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ കാസർഗോഡ് ജില്ലാ കേരള ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഇവിടെ എളുപ്പസമയത്തിനോട് എത്തുന്നതാണ്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ പദ്ധതിയെക്കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ജയപാൽ സാർ, ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാവുന്ന, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാവുന്ന ഒരു പദ്ധതി തുടങ്ങി വെച്ച വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. എല്ലാ ഹോട്ടലുകാരുടെയും ഹൃദയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒരു തിരശേഷിപ്പുകളായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോരുത്തരും പൈസ വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വാങ്ങിക്കുമ്പോൾ അത് സംഘടന ആരാണ് അതിന് നേതൃത്വം കൊടുത്തതെന്ന് സ്വാഭാവികമായി ചിന്തിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒരു കാസർഗോഡ് ജില്ലയിലെ ഹോട്ടൽ ഉടമസ്ഥൻ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ ബിജു, നിൻ്റെ പേര് അല്ലെങ്കിൽ നിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ എൻ്റെ മക്കളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തേന്ന് ചോദിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വില വർധനവിൽ എത്ര കാലം പിടിച്ചിരുന്ന് കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണ്. പെട്ടെന്നൊരു അറ്റാക്ക് വന്നിട്ട് പോയി കഴിഞ്ഞാൽ ഒരു തുക കിട്ടുമല്ലോ എൻ്റെ കുടുംബത്തിന്, എനിക്ക് ധൈര്യപൂർവ്വം പോകാമല്ലോ. അതുകൊണ്ട് നിൻ്റെ പേര്, നിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം, കേരളത്തിലുള്ള ഹോട്ടലുകാർ മുഴുവനും ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ പേര് മറക്കില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ മുഴുവനും ഈ ഇത്രയും നല്ല മനോഹരമായ ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടക്കി വെച്ചതിന് നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിനെ നമുക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റ് ബിജിലാൽ, കാസർഗോഡ് ജില്ലയിൽ
ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലാണ്. ദിവസവും ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും അദ്ദേഹം വിളിക്കും, എന്തായി പ്രവർത്തനങ്ങൾ കാര്യങ്ങളെന്നൊക്കെ കൃത്യമായി അന്വേഷിച്ചുകൊണ്ട്. നേതൃത്വത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ താഴേക്കിടയിലുള്ളവർക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ പ്രിയങ്കരനായ വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാലിനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയുടെ ചാർജുള്ള സുഗുണേട്ടൻ ആഴ്ചയിലും എല്ലാ ദിവസവും വിളിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എങ്ങനെയുണ്ട് സംഘടനാ പ്രവർത്തനം എന്ന് ചോദിച്ചുകൊണ്ട്. തീർച്ചയായും ഇവിടെ ഇത്രയൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിലും സുഗുണേട്ടനെ അഭിമാനിക്കാം. കാരണം സുഗുണേട്ടനെ ഈ പരിപാടിയിലൊക്കെ വിളിച്ചു ചോദിച്ച് തിരുത്തലുകളൊക്കെ തരുന്നൊരു വ്യക്തിത്വമാണ്. പ്രിയങ്കരനായ സുഗുണേട്ടനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ട്രഷറർ പ്രിയങ്കരനായ ഷെരീഫിക്ക, നമുക്കറിയാം ഇന്നലെ വൈകുന്നേരം തന്നെ അദ്ദേഹം കോട്ടയംകാരനാണ്. കോട്ടയത്ത് നിന്ന് വന്ന് നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ നേതാക്കളും സംഘടനയിലുള്ള ഒരു ആത്മാർത്ഥം കൊണ്ടാണ് ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത്. ട്രഷററെയും സംസ്ഥാന പ്രസിഡന്റ് ട്രഷററെയും എല്ലാവരും പേര് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ നാരായണ പൂജാരി, കാസർഗോഡിൻ്റെ പ്രിയങ്കരനായ MP നമ്മുടെ എല്ലാം ബഹുമാന്യനായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർ, KHRയുടെ ആദരണീയനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പൊതുവാസ, KHRയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മൊയ്തീൻ കുട്ടികാരി, മറ്റ് വേദിയിലും സദസ്സിലും ലഭിക്കുന്ന പ്രിയമുള്ളവർ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ KHRA കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ജില്ലകളിൽ നടക്കുന്ന മരണാനന്തര സഹായ പദ്ധതിയുടെ വിതരണ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ പദ്ധതിയെപ്പറ്റി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ 1-2 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട MPയുടെയും കൂടി ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയുകയാണ്. കേരളത്തിലെ മറ്റേതൊരു വ്യാപാര സംഘടനയും മുന്നിട്ടിറങ്ങാത്ത വലിയൊരു വിഭാവനം ചെയ്തൊരു പദ്ധതിയാണ് KHRയുടെ ഈ കുടുംബ സുരക്ഷാ പദ്ധതി. 3000 രൂപ പ്രാഥമികമായിട്ട് രജിസ്ട്രേഷൻ ഫീസായിട്ട് അടച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ അംഗമാകുന്ന കുടുംബാംഗങ്ങൾക്ക്, കുടുംബ ആശ്രിതർക്ക്, അതിലെല്ലാം ഉപരിയായി കേരളത്തിൽ ആദ്യമായിട്ട് തൊഴിലാളികളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് KHR തുടങ്ങിയിട്ടുള്ള വിപുലമായ ഒരു പദ്ധതിയാണ് ഈ സുരക്ഷാ പദ്ധതി. 3000 രൂപ രജിസ്ട്രേഷൻ ഫീസായിട്ട് വാങ്ങിക്കുകയും അതിനുശേഷം ഈ ഗ്രൂപ്പിൽ, ഈ പദ്ധതിയിൽ അംഗമാകുന്ന ഏതെങ്കിലും ഒരു അംഗം മരണപ്പെടുമ്പോൾ മാത്രം 100 രൂപ ആ കുടുംബത്തിലേക്ക് സഹായം ചെയ്യുന്ന വിപുലമായ വലിയ ഒരു ചാരിറ്റി പദ്ധതിയാണ് KHRA കുടുംബ സുരക്ഷാ പദ്ധതി. നമുക്കറിയാം, കേരളത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിലെ നമ്മുടെ അംഗങ്ങളായ ഏതാണ്ട് 70-80% പേര് അന്നന്നത്തെ ഉപജീവനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന സാധാരണക്കാരായ ഹോട്ടൽ ഉടമകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണെങ്കിൽ 15-20 വർഷം ഒരേ സ്ഥാപന ഉടമയുടെ കൂടെ ജീവിക്കും, ആ സ്ഥാപനത്തിന്റെ ഉടമ പോലെ തന്നെ കഴിയുകയും ചെയ്യുന്നവരാണ് നമ്മുടെ തൊഴിലാളികൾ. നമ്മുടെ സംഘടന എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ സംസ്ഥാന സമ്മേളനമൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്നതാണ്, നമ്മുടെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിലാളികളും കൂടി ചേർന്നതാണ് നമ്മുടെ അംഗങ്ങൾ എന്ന് കരുതുന്ന ഒരു സംഘടനയാണ് KHR. അതുകൊണ്ട് തന്നെ സ്വന്തം അംഗങ്ങളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത് ചേരുന്ന എല്ലാവരുടെയും കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പു നൽകലാണ് ഈ പദ്ധതി കൊണ്ട് വിഭാവനം ചെയ്യുന്നത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പം നമ്മൾ 36 പേരാണ് ഈ പദ്ധതിയിൽ ഇതുവരെ മരണപ്പെട്ടിട്ടുള്ളത്. അതിൽ പകുതിയോളം പേർക്ക് നമ്മൾ ഇതിൻ്റെ തുക കൊടുത്തു കഴിഞ്ഞു. ഇന്നിവിടെ തന്നെ 3 പേർക്കാണ് തുക കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തുക കൈപ്പറ്റുന്ന പല കുടുംബാംഗങ്ങളും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുടുംബത്തിന് ഒന്നും തന്നെ നീക്കി വയ്ക്കാൻ കഴിയാതെ, രാപകലില്ലാതെ, ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ അധ്വാനിച്ചാലും സ്വന്തം കുടുംബത്തിന്റെ ഭാവി ഭദ്രമാക്കാൻ കഴിയാതെ സ്വന്തം കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിക്കുന്ന ഒരു ഗ്രഹനാഥൻ നിർഭാഗ്യവശാൽ മരണപ്പെടുമ്പോൾ ആ കുടുംബം ഒറ്റപ്പെട്ടു പോകുന്ന കാഴ്ചകൾ പലപ്പോഴും പലയിടത്തും പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പല വീട്ടിലും നമ്മൾ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ആ വീടിന്റെ ദയനീയമായ ഒരവസ്ഥ, കുട്ടികൾ പഠിക്കുന്നു, പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയപ്പിക്കേണ്ടിയിരിക്കുന്നു, തീരെ പാവപ്പെട്ട കുടുംബം. അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് നമുക്കറിയാം, പെട്ടെന്നൊരു സംഘടന എന്ന രീതിയിൽ നമുക്കൊരു 10 ലക്ഷം രൂപയോ 5 ലക്ഷം രൂപയോ എടുത്തു കൊടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ 50,000 രൂപയോ 1 ലക്ഷമോ ഒക്കെ പിരിച്ച് സഹായിക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ആ കുടുംബത്തിലൊന്നും ആകില്ല എന്നൊരു ബോധ്യം സംസ്ഥാന കമ്മിറ്റിക്ക് വന്നപ്പോഴാണ് അതിനെപ്പറ്റി വിശകലനം ചെയ്തതും പഠിച്ചതും. അതിനുശേഷം 1 വർഷത്തെ പഠനത്തിന് ശേഷം കഴിഞ്ഞ 1 വർഷമായിട്ട് നടപ്പിലാക്കുന്ന ഈ കുടുംബ സുരക്ഷാ പദ്ധതി ഇന്ന് കേരളത്തിലെ മുഴുവൻ KHRA കുടുംബങ്ങളെയും തൊഴിലാളികളെയും ചേർത്ത് പിടിക്കുന്ന ഇത്രയും മഹത്തായ ഒരു പദ്ധതി നമുക്ക് നടപ്പാക്കാൻ സാധിച്ചത്. ഇപ്പോഴും നമ്മൾ പൂർണ്ണമായി എന്ന് അവകാശപ്പെടുന്നില്ല. കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഏതാണ്ട് 9,500 പേരാണ് ഈ പദ്ധതി അംഗമായിട്ടുള്ളത്. നമുക്കറിയാം, ഈ പദ്ധതിയിൽ 10 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ 10,000 പേരെങ്കിലും മിനിമം വേണം. പക്ഷെ 50,000 രൂപയുടെ ഷോർട്ടേജ് സംഘടന കണക്കാക്കാതെ ആ 50,000 രൂപ കൂടി സംഘടനയുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് 10 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുണ്ട്, ഈ പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി പദ്ധതിയായിട്ട് മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. നമ്മളിവിടെ കാണേണ്ടത് പ്രത്യേകമായിട്ടൊരു കാര്യമാണ്. ഇതൊരു ബിസിനസ് സംരംഭമല്ല, ഇതൊരു ചാരിറ്റി പദ്ധതിയാണ്. കാരണം സ്വന്തം സഹോദരനെ, സ്വന്തം കോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനെ, അവന്റെ കുടുംബത്തെ, സ്വന്തം തൊഴിലാളികളെ സഹായിക്കുന്ന വലിയൊരു ചാരിറ്റി പദ്ധതിയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് 2 വാക്ക് MP-യുടെ സവിധത്തിലും ഇത്രയും വലിയൊരു ഹോട്ടൽ അസോസിയേഷൻ്റെ പരിപാടിയാകുമ്പോൾ നമുക്കുള്ള ചില ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട MP-യുടെ മുമ്പിൽ ഞാനത് പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുമെന്നുള്ളത് കൊണ്ട് മാത്രം 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിലൊന്ന് GST-യുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ അദ്ദേഹത്തിന് നേരിട്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം, MSME-യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേരളത്തിലെ പ്രൊഡക്ഷൻ സെക്ടറുകളെയും സർവീസ് സെക്ടറുകളെയും. MSME-യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേരളത്തിലെ ഹോട്ടൽ ഉടമകളെയും. പക്ഷെ MSME-യിലെ പ്രൊഡക്ഷൻ സെക്ടറിനുള്ള ആനുകൂല്യം സർവീസ് സെക്ടറിൽപ്പെട്ട ഹോട്ടലുകൾക്ക് കിട്ടുന്നില്ല. ഗവൺമെന്റ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. കോവിഡ് സമയത്ത് പ്രൊഡക്ഷൻ സെക്ടറിനെയും സർവീസ് സെക്ടറിനെയും ഒരേപോലെ കണ്ടുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും ഇവിടുത്തെ സർവീസ് സെക്ടറിന് കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇന്നും GST അടക്കം നമുക്കറിയാം, സർവീസ് സെക്ടറിൽ 5% ഉള്ളപ്പോൾ പ്രൊഡക്ഷൻ സെക്ടറിൽ അത് 1%. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സെക്ടറിൽ ഒരു വ്യത്യാസം, സർവീസ് സെക്ടറിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കളക്ട് ചെയ്യുന്ന റെഗുലർ GST 5% ആണെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തടയ്ക്കുന്ന GST, അതായത് കളക്ട് ചെയ്യാതെ ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുന്ന GST-യും അത് 5% തന്നെയാണ്. അത് തികച്ചും വൈരുദ്ധ്യമാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായി ഒന്നും കൂടി ബഹുമാനപ്പെട്ട MP-യുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുന്നതാണ്. എന്തായാലും ഈ ആവശ്യത്തിന് അങ്ങയുടെ ഭാഗത്തുനിന്ന് പാർലമെന്റിൽ ഒരു ചോദ്യോത്തര വേളയിലോ മറ്റോ അങ്ങ് ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രശ്നം പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന് ഏറ്റവും വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന MP-ക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. നമ്മുടെ ഈ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ MP-യെ ഏറെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു. കേരള ഹോട്ടൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ നാരായണ പൂജാരി ആമുഖ പ്രഭാഷണം നടത്തിയ കേരള ഹോട്ടൽ ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടി ദേവാൽ, സ്വാഗത പ്രാസംഗികനും ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ ബിജു ചുള്ളിക്കല, ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന പയ്യന്നൂരിലെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടൽ ബോംബെ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ പൊതുവാൾ, അധ്യക്ഷവേദിയിൽ ഇരിക്കുന്ന സംസ്ഥാന ട്രഷറർ ശ്രീ മുഹമ്മദ് ഷരീഫ്, വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുഗുണൻ, ശ്രീ മൊയ്തീൻ കുട്ടി ഹാജി, ശ്രീ റോയി മഡോണ, ഷിനോജ് റഹ്മാൻ, ശ്രീ മുഹമ്മദ് കസാലി, സിജു കണ്ണൻ, ശ്രീ ഇലിയാസ്, ശ്രീ വിജയചന്ദ്രൻ, ശ്രീ രഘുവീർ പയ്യെ, ശ്രീ രാജൻ കുളകര, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സ്നേഹനിധികളായ ഹോട്ടൽ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യവസായികൾ, അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ ജീവനക്കാരടങ്ങുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, വളരെയധികം സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഞാൻ എത്തിയത്. നമ്മുടെ വ്യാപാരി വ്യവസായി സമൂഹവും അവരുടെ അംഗങ്ങൾക്ക് ഇത്തരമൊരു സുരക്ഷാ പദ്ധതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ തുക ഇത്ര കണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാം. നമുക്കറിയാം, ഒരു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ പൂന്താനം പറയുന്നത് ഒരുപാട് ജന്മം കാത്തിരിക്കണം. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃത്താൽ
എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും, എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം മരിച്ചു നടന്നതും, എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി, അത് വന്നിട്ട് ഈ വണ്ണം ലഭിച്ച ഒരു മർത്യജന്മം. ഒരു മനുഷ്യ ജന്മം കിട്ടണമെങ്കിൽ ഒരുപാട് ജന്മം കാത്തിരിക്കണം. കാത്തിരുന്നാലോ ഒരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ 10 മാസം വയറ്റിൽ കിടക്കണം. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നേ ഇങ്ങനെ പുറത്തോട്ട് വരാൻ പറ്റും. 10-12 ഉണ്ണിയായിട്ടും തീരും. 10-12 വർഷക്കാലം അച്ഛൻ്റെയും അമ്മയുടെയും വാത്സല്യഭാജനമായ ഉണ്ണി താഴത്ത് വെച്ചാൽ എറുമ്പരിക്കും, തറയിൽ വെച്ചാൽ പേനരിക്കും. താഴത്തും തറയിലും വിൽക്കാതെ കൊണ്ടു നടന്ന് വളർത്തി വലുതാക്കി പഠിപ്പിച്ചു. പിന്നീട് ഒരു വിദ്യാഭ്യാസം പൂർത്തിയായി ഒരു വരുമാനം, ഒരു ബിസിനസ്, ഒരു ജോലി, പിന്നീട് ഒരു കല്യാണം. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുടുംബമായി അങ്ങനെ പോകും. ആയുർവേദം പറയുന്നത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവനിൽ 3 രോഗങ്ങൾ അന്തർലീനമാണ്. ഒന്ന് വാദം, പിന്നെ പിത്തം, 3 കഫം. ഈ 3 രോഗങ്ങളാണ് പിന്നീട് പല പല രോഗങ്ങളായി കൺവേർട്ട് ചെയ്യുന്നത്. നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ വാർദ്ധക്യം ഒരവസ്ഥയാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യം എന്ന അവസ്ഥ തരണം ചെയ്യാത്ത ആരും നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തിയും രോഗവും തമ്മിലുള്ള മൽപ്പിടുത്തത്തിൽ വാർദ്ധക്യം വരുമ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടിയില്ലെങ്കിൽ രോഗം കടുക്കും, നമ്മൾ വീഴും. പിന്നെ മരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ജീവിതയാത്രയിൽ മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നാം കഴിക്കുന്ന ആഹാരം എല്ലാം ഉദരത്തിലാണ് പോകുന്നത്. സകല രോഗങ്ങളും ഉദരത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നാം കുടിക്കുന്ന വെള്ളം കണ്ടാമിനേറ്റഡ് വാട്ടർ ആണെങ്കിൽ, നാം കഴിക്കുന്ന ആഹാരം വൃത്തിഹീനമാണെങ്കിൽ നമുക്ക് ഉദരത്തിൽ നിന്ന് പല പല രോഗങ്ങളുണ്ടാകും. ഇന്ന് ജീവിതശൈലി രോഗങ്ങളാണ്. ഭൂദാനം പറയുന്നത് വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്ന ദേഹം ഒരിടത്ത്, കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്ന ജീവനുമൊക്കെ. നമ്മുടെ കർമ്മം ഒടുങ്ങുമ്പോൾ പന വെട്ടിയിടുന്ന പോലെ നമ്മൾ വീഴും. മരണം അപരിഹാര്യമായ ഒന്നാണ്. ജനിച്ചാൽ ഒരിക്കൽ മരിച്ചേ പറ്റൂ. കോവിഡിന്റെ രൂപത്തിൽ മരണം നമ്മളോടൊപ്പം സഞ്ചരിക്കും. ടൈം പാസസ് ആൻഡ് ടൈം പാസസ് വി ഡൈ അലോൺ. സമയമാം രഥത്തിൽ നമ്മൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് നിമിഷവും മരണം നമ്മളെ കാർന്ന് തിന്നാം. അതൊരു ഭാഗത്ത്. ഇനി വാർദ്ധക്യം വന്ന് നമ്മൾ ഉപയോഗശൂന്യമായ ഒരു പദാർത്ഥമായി മാറിയാൽ, മക്കൾക്കും വീട്ടുകാർക്കും ഒരു ഉപദ്രവമായി മാറിയാൽ, അപ്പോഴും സ്ഥിതി വളരെ മോശമാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ വളർന്നു വരുന്ന ഏറ്റവും വലിയൊരു വ്യവസായം വൃദ്ധസദനമാണ്. മാതാപിതാക്കന്മാരെ ഒരു ദിവസം ഒഴിവാക്കണോ? ഒരു ദിവസം സൂക്ഷിക്കുന്ന വൃദ്ധസദനം, ഒരാഴ്ച അതിനുമുണ്ട്, ഒരു മാസം, ചിലർക്കൊക്കെ ഒരു ജന്മം സൂക്ഷിക്കാൻ ആവശ്യമായ വൃദ്ധസദനങ്ങളുണ്ട്. മക്കളുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും അനുസരിച്ച് ക്ലാസിഫൈ ചെയ്ത വൃദ്ധസദനങ്ങളുണ്ട്. ചില ആളുകൾ മാതാപിതാക്കന്മാരെ വൃദ്ധസദനത്തിലാക്കി കഴിഞ്ഞാൽ അവിടെ പറയും, നിങ്ങൾ എൻ്റെ അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കണം, എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം, ഏറ്റവും നല്ല ഡോക്ടറെ കാണണം, അവർക്ക് ചികിത്സ കൊടുക്കണം, മരുന്ന് കൊടുക്കണം. ഇനി മരിച്ചാൽ അവരുടെ സഞ്ചാരം നടത്തണം, കൊലകുളിയടിയൽ നടത്തണം, അവരെ അസ്ഥി ശേഖരിക്കണം, തൃക്കണ്ണാട്ട് കൊണ്ടുപോയി ഒരു കടലിൽ ഒഴുക്കണം. കൊള്ളി വയ്ക്കാൻ ഞങ്ങളെ വിളിക്കരുത്, കാരണം നേരമില്ല. അതുകൂടെ നിങ്ങളങ്ങ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാൻ 21 മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ കുറേ സിനിമയിൽ അഭിനയിച്ച ഒരാളാണ് TP മാധവൻ. ആ മാധവൻ ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാൻ ചോദിച്ചു, അങ്ങ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പത്തനാപുരത്ത്, കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് ഒരു ഗാന്ധി ഭവനിലാണ്, അവിടെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 2 പേരെ കാണണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും. ഒന്ന് മോഹൻലാൽ. മോഹൻലാലിൻ്റെ തിരക്കുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. പിന്നൊന്ന് ഞാനാണ്.
എൻ്റെ തിരക്കൊക്കെ മാറ്റിവെച്ച് ഞാൻ പഴയകാല സിനിമ തന്നെ കാണാൻ ചെന്നു പത്തനാപുരത്ത്. അപ്പോഴാണ് അദ്ദേഹം ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിത സമ്പാദ്യം മൊത്തം 2 മക്കൾക്കായി ചെലവാക്കി. ഒരാണും ഒരു പെണ്ണും. 2 പേരെയും പഠിപ്പിച്ചു, 2 പേരെയും വലിയ നിലയിലാക്കി. അവസാനം ജീവിതാവസാനം അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി ഒരു ദേശാടനം നടത്തണം. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്തത് ഹിമാലയ സാനുക്കളുടെ താഴ്വരയായ ഋഷികേഷ്, പിന്നെ യമുനാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹരിദ്വാർ, ഈ 2 സ്ഥലങ്ങളാണ്. ഋഷികേശിലെ പര്യടനം പൂർത്തിയാക്കി ഹരിദ്വാറിൽ വന്നു. പെട്ടെന്ന് ടി.പി. മാധവന് സ്ട്രോക്ക് വന്നു. ഒരു സൈഡ് തളർന്നുപോയി. ശബ്ദം ഭാഗികമായി നിലച്ചു. അദ്ദേഹം നിന്ന നിപ്പിൽ റോഡിൽ വീണു. അവിടെ കിടക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് പലരും വിചാരിച്ചു പിച്ചക്കാരനാണ്. പലരും കൊണ്ടുവന്ന് 10, 50, 100 രൂപ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇട്ടിട്ട് പോയി. അവസാനം ചില മലയാളികൾ അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് പരിചിതമായൊരു മുഖം. സിനിമാതാരമല്ലേ, അവർ നോക്കുമ്പോൾ സംസാരിക്കാൻ കഴിയുന്നില്ല. ഒരു സൈഡ് തളർന്നു. പോക്കറ്റിൽ കൈയിട്ട് നോക്കിയപ്പോൾ ഒരു ഡയറി കിട്ടി. ആ ഡയറിയിൽ ഒരു മകൻ്റെയും മകളെയും നമ്പറിട്ട്, ഫോട്ടോയും ഇട്ട്. 2 പേരെയും വിളിച്ചു. 2 പേരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞു, അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഞങ്ങൾക്കിനി അച്ഛനെ നോക്കാനാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ എവിടെയെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ ആക്കണം, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഞങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ്. അവസാനം മലയാളികൾ അവർക്ക് പരിചയമുള്ള സകല സ്ഥലത്തും വിളിച്ചു മാധവൻ ഒരു അഭയകേന്ദ്രം ഒതുക്കാൻ. അവസാനമാണ് പത്തനാപുരത്ത് സോമരാജൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങനെയാണ് ഹരിദ്വാറിൽ നിന്ന് അദ്ദേഹത്തെ ഒരു വാഹനത്തിൽ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് സോമരാജന്റെ ഗാന്ധി ഭവനിൽ കൊണ്ടാക്കി. അപ്പൊ ആ ടി.പി. മാധവൻ മരിക്കുമ്പോൾ ആ മകനും മകളും ടി.വിക്കാരോട് മുമ്പ് കരയുന്നതും അച്ഛനെക്കുറിച്ച് സ്മരിക്കുന്നതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. 2നെ ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് തോന്നി മനസ്സിൽ. കാര്യം അച്ഛനെ ഏറ്റെടുക്കാൻ തയ്യാറാത്ത മക്കൾ നാട്ടുകാരെ കാണിക്കാനും കേൾപ്പിക്കാനും വേണ്ടിയാണ് ആ കരച്ചില്. അങ്ങനെ മാധവന്റെ കാണാൻ പോയപ്പോൾ പത്തനാപുരത്ത് വേറെ ഒരു സിനിമാ നടി കൂടെ ഉണ്ട്, ഗാന്ധി ഭവൻ. കാണാൻ സ്വതവേ സുന്ദരിയാണ്. അവരുടെ പേര് നിങ്ങൾക്ക് പലർക്കും അറിയാം, ബാലാ തങ്കം എന്നാണ്. ഇപ്പോഴും അവർ ഗാന്ധി ഭവനിലുണ്ട്. ഇവിടം തൊട്ട് ഇവിടം വരെ വളകൾ, സ്വർണ്ണ വളകൾ. ഇവിടം തൊട്ട് ഇവിടം വരെ വളകൾ. കൈമുട്ട് തൊട്ട് റിസ്റ്റ് വരെ വളകൾ. 10 വിരലിലും 10 മോതിരമില്ല, 2 മോതിരം വെച്ചൊക്കെയുണ്ട്. 20 മോതിരം വേണ്ട. കഴുത്ത് നിറച്ച ആഭരണം. അപ്പൊ ഞാൻ ടി.പി. മാധവനെ ഞാനും കൂടെ നേരെ പാലാ തങ്കത്തിനെടുത്തി. തങ്കത്തിനോട് ഞാൻ ചോദിച്ചു, ഒരു നവോധയെ പോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു, എന്താ കാര്യം? ഇങ്ങനെ ആഭരണം ഇത്രയും കൂടെ വലിച്ചു വാരിയുന്നു, വല്ല കല്യാണം വല്ലതും ഉണ്ടോ, അതോ സ്വയം വല്ല വേളിയും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പൊ അവർ ചിരിച്ചോണ്ട് പറഞ്ഞു, ഈ ആഭരണം ഊരി വെച്ചാൽ എൻ്റെ മക്കൾ വന്ന് അടിച്ചോണ്ട് പോകും, അവർക്ക് കൊടുക്കാതിരിക്കാനാണ് ഞാൻ എൻ്റെ കയ്യിലും കഴുത്തിലെത്തിയിരിക്കുന്നത്. എൻ്റെ കൈ വെട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ലല്ലോ, എൻ്റെ കഴുത്ത് വെട്ടിയെങ്കിലല്ലേ ഈ മാല കൊണ്ടുപോകാൻ പറ്റും. ഒരു പണവട സ്വർണ്ണം അവന്മാർക്ക് ഞാൻ കൊടുക്കത്തില്ല, കാര്യം എന്നെ ഇവിടെ കൊണ്ടാക്കിയ അവന്മാരാണ്. അതുകൊണ്ട് എല്ലാം എടുത്ത് ഞാനീ പോന്നു. ഞാൻ മരിക്കുമ്പോൾ ഇതെല്ലാം അവർക്കുള്ളതാണ്. നമ്മുടെ ഭൂമിയിൽ നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി വെക്കണമല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ ബെൻസ് കാർ വാങ്ങിക്കുന്നു, ചില ആളുകൾ ഓഡി കാർ വാങ്ങിക്കുന്നു, ചില ആളുകൾ BMW വാങ്ങിക്കുന്നു, പണ്ടങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നു, സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുന്നു. പക്ഷെ ഇവരൊക്കെ മരിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റുമോ? പൂന്താനം പറയുന്നു, ചത്തുപോകുന്ന നേരം വസ്ത്രം അതുപോലെ ഒത്തിടാ കൊണ്ടുപോകാൻ എടുത്തിട്ടു. എങ്ങനെയാണോ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് അങ്ങനെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. നാളെ രാജ്മോഹൻ താൻ മരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു മകൻ്റെ മോതിരം കിടപ്പുണ്ട്. ഇത് അറുത്തെടുത്തിട്ടല്ലാതെ എന്നെ തീ കൊണ്ടുവയ്ക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഈ കാറ് കുഴിയിലിട്ട് മൂടുന്ന കണ്ടിട്ടുണ്ടോ? മരിക്കുമ്പോൾ തീയിലിട്ട് കത്തിക്കുന്ന കണ്ടിട്ടുണ്ടോ? കല്ലറയിലിട്ട് മൂടുമോ? ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെല്ലാം ഇന്നലെ മറ്റൊരാളുടെ കയ്യിൽ ഇരുന്നതാണ്, ഇന്ന് നമ്മുടെ കയ്യിൽ വന്നു. നാളെ ഇത് മറ്റൊരാളുടെ കയ്യിൽ ചെന്ന് ചേർന്നേ മതിയാവും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അതിജീവനത്തിലുള്ള ഏക മാർഗം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം. അതിന് വിഘാതമായി നിൽക്കുന്നതെല്ലാം
ഇല്ലാതെയായി തീർന്നിടണം. മനുഷ്യനും പരസ്പരം സ്നേഹിക്കണം, സഹായിക്കണം, സഹോദര്യത്തോടുകൂടി കഴിയണം, സഹിക്കുക വേണം, സഹവർത്തിത്വം വേണം. എന്നാലേ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റും. ഇവിടിപ്പോൾ ഞാനിതിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിച്ചു, ഒരു ഹോട്ടൽ വ്യവസായി 3000 രൂപ കൊടുത്തൊരു മെമ്പർഷിപ്പ് എടുത്താൽ പിന്നെ ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ 100 രൂപ അടച്ചാൽ മതി, 10 ലക്ഷം രൂപ കൊടുക്കണം. അത് മരിക്കുമ്പോൾ കുടുംബത്തിന് അത് വലിയ ആശ്വാസമാണ്. കാരണം ഈ ചില ആളുകളൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും ഈ ലോകം മൊത്തം അവരുടെ കക്ഷത്തിനടിയിലാണ്. പക്ഷേ ഈ ജാടയല്ലാതെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ, ഭാര്യയ്ക്ക് ജീവിക്കണ്ടേ, ഒരു കുടുംബം മുന്നോട്ട് പോകണ്ടേ, അതിനൊക്കെ പണം വേണ്ടേ? അപ്പോൾ ആ പണമാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ ഈ ഹോട്ടൽ മുതലാളിമാരെ പ്രേരിപ്പിച്ച വികാരം ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട്. കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയം. കാപട്യം നിറഞ്ഞ ലോകത്ത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു ഹൃദയം ഈ ഹോട്ടൽ ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ 10 ലക്ഷം രൂപ കൊടുത്തത്. വയലാറും സമാനമായൊരു പാട്ട് പാടിയിട്ടുണ്ട്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തിൽ. ഭർത്താവ് മരിച്ച് നോവുന്ന ആത്മാവുകളുമായി കഴിയുന്ന ആ കുഞ്ഞുങ്ങൾക്ക്, ആ ഭാര്യയ്ക്ക് ഒരു താങ്ങ് കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇതൊരു വളരെ നിസ്സാരമായ ഒരു തുകയാണ് 100 രൂപ. അതിപ്പോൾ മരിക്കുന്നവർക്ക് മാത്രം കൊടുത്താൽ പോരാ, പല ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് പ്രഷറുണ്ട്, ഡയബറ്റിക് ഉണ്ട്. ഡയബറ്റിക് ക്രോണിക് കഴിഞ്ഞാൽ ഡയാലിസിസ് വേണം. സ്വല്പം മദ്യപിക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ ലിവർ സിറോസിസ് വരും. അതല്ലെങ്കിൽ ഹാർട്ടിന് അസുഖം, ലിവറിന് അസുഖം, അല്ലെങ്കിൽ ക്യാൻസർ, മാരകമായ ക്യാൻസർ. ഇപ്പോൾ കാസർഗോഡ് പല സ്ഥലത്തും ഒരു രോഗമുണ്ട്. ഒരൊറ്റ ഇഞ്ചക്ഷന് വില 18 കോടിയാണ്, 18 ലക്ഷമല്ല. ആ രോഗത്തിൻ്റെ പേര് സ്പൈനൽ മസ്കുലർ അട്രാഫി എന്നാണ്, SMA രോഗം. ആ രോഗം വന്നാൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ 18 കോടിയാണ്. അതിൻ്റെ GST 20 ലക്ഷം രൂപയാണ്. ഞങ്ങളെല്ലാം കൂടി ഈ അടുത്ത കാലത്ത് നിർമ്മല സീതാരാമനെ പോയി കണ്ടു. കാസർഗോഡ് എനിക്ക് 5 രോഗികളുണ്ട് SMA. അവർക്ക് മരുന്ന് കൊണ്ടുവരാൻ വേണ്ടി ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്തു. മാട്ടൂരാണ്. ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്തു, 3.5 ലക്ഷം കിട്ടി. ഞാൻ ആ കുഞ്ഞുങ്ങളെ 2 പേരെ ഒക്കത്തെടുത്ത് വെച്ച് എൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടു. പിന്നെ പണത്തിൻ്റെ ഒരു പ്രവാഹമാണ്. വീട്ടുകാർ ഞെട്ടി. 35 കോടിയായി, പിന്നെ അത് 40ആയി, 50 കോടിയായി, അവസാനം 100 കോടിയായി. അപ്പോഴത്തേക്ക് അവർ അക്കൗണ്ട് ക്ലോസ് ചെയ്തു പേടിച്ചിട്ട്. ആ കുട്ടിക്ക് മരുന്ന് വിദേശത്ത് നിന്ന് വന്നപ്പോൾ GST 20 ലക്ഷം രൂപ. നിർമ്മല സീതാരാമനെ പോയി കണ്ട് അവരത് എക്സെപ്റ്റ് ചെയ്യുന്നു. GST 18 കോടിക്ക് തന്നെ മരുന്ന് വന്നു. ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തി, ഒരു കുഞ്ഞ് മരിച്ചുപോയി. 2 കുട്ടികളുണ്ട്. അപ്പോൾ SMA എന്ന് പറയുന്ന രോഗം വന്നാൽ 18 കോടി ഒരു ഇഞ്ചക്ഷൻ എങ്ങനെ ചികിത്സിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു പ്രതി മരണം കാത്തു കഴിയുന്നത് പോലെ പല രോഗങ്ങളും വന്ന് വീട്ടുകാരെ ശല്യപ്പെടുത്തണ്ട, മക്കളെ ശല്യപ്പെടുത്തണ്ട, ഭാര്യയുടെ കെട്ടുതാലി പണയപ്പെടുത്തണ്ട, കിടപ്പാറം തീയെഴുതുന്നത് കരുതി വേദന കടിച്ചമർത്തി മരണം വരിക്കാൻ കാത്തുകെട്ടി കിടക്കുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്, കാസർഗോട്ടുണ്ട്. അവരെ ഒന്നും നമുക്ക് കാണാൻ കഴിയാത്തത്, അവർ അഭിമാനമോർത്ത് അവരൊന്നും പുറത്തു പറയില്ല. അവരെ മരണം കാത്തുകെട്ടി കിടക്കുകയാണ്, മരിക്കാൻ വേണ്ടി കാത്തുകെട്ടി കിടക്കുകയാണ്. കാരണം പണമില്ല ചികിത്സിക്കാൻ. അതുകൊണ്ട് മരിച്ചു പോകുന്നവർക്ക് മാത്രം പോരാ ഈ സഹായം. ഈ സഹായം ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ 100 എന്നുള്ളത് മാറ്റി മാസം 100 രൂപ വെച്ച് വാങ്ങിച്ചിട്ട് രോഗഗ്രസ്തരായി കിടക്കുന്ന ആളുകൾക്ക്, കിടപ്പ് രോഗികൾക്ക് കൂടി ചികിത്സിക്കാൻ ആവശ്യമായ പണം ഈ ഹോട്ടൽ ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ കൊടുക്കാൻ തയ്യാറാണ്. കാരണം മരിക്കുന്നവർ മരിച്ചു, ജീവിച്ചിരിക്കുന്നവർക്കാണ് പ്രശ്നം. പക്ഷേ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്ന രീതിയിൽ കിടപ്പ് രോഗികളായ ഒരു കട്ടിലിൽ ശരണം പ്രാപിച്ചു കിടക്കുന്ന ആളുകൾക്ക് അവർക്കും ഒരു പാലിയേറ്റീവ് വേണ്ടേ? അവർക്ക് ഒരിക്കലും ചിലപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞില്ലെങ്കിലും വേദനയിൽ നിന്നൊരു ശമനം കിട്ടി, വേദന കടിച്ചമർത്താതെ മരിക്കാൻ ഒരവസരം ഉണ്ടാക്കി കൊടുക്കാൻ
ഈ 100 രൂപ മാസവരി പിടിച്ചാൽ എനിക്ക് തോന്നുന്നു 9 ലക്ഷം ആളുകളുള്ള ഒരു ബൃഹത്തായ ഒരു മഹത്തായ സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ. അതിപ്പോൾ 10 ലക്ഷം ആകുന്നതോടുകൂടി അതിൻ്റെ അംഗബലം വീണ്ടും കൂടുന്നു. അപ്പോൾ ഒരു മാസവരിയായിട്ട് ഒരു 100 രൂപ മേടിച്ചാൽ ഈ കിടപ്പ് രോഗികൾക്ക്, മാരകമായ ക്യാൻസറിന്, അതുപോലെ ഒരു നിശ്ചിത സംഖ്യ അവർക്ക് അണ്ണാറ് കണ്ണനും തന്നാലായെന്ന് പറഞ്ഞാൽ മുഴുവൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഒരു സംഘടനയ്ക്കാവില്ല. അപ്പോൾ ഒരു സംഘടന, ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, സംഘടന കൊണ്ട് ശക്തരാകണം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം. സംഘടന ഉണ്ടെങ്കിൽ അതിൽ അംഗത്വം എടുത്താൽ ഇത്തരം ചില ഗുണങ്ങൾ സംഘടനയോട് നിങ്ങൾ കിട്ടും. അപ്പോൾ ഇതൊരു വലിയ മഹത്തായ സംരംഭമാണ്. ജീവകാരുണ്യ പ്രവർത്തനം, ഇംഗ്ലീഷിൽ ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്ന ലോ ഉണ്ട്. ആ ലോ ഇതാണ്: ടു എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ അളവിലും തൂക്കത്തിലും ഒരു തിരിച്ചടി കിട്ടിയിരിക്കും. കവികൾ പാടിയിട്ടുണ്ട്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക തന്നെ വേണം. പുണ്യകർമ്മങ്ങൾ ചെയ്താൽ പുണ്യഫലം കിട്ടും, ദോഷകർമ്മങ്ങൾ ചെയ്താൽ ദോഷഫലം കിട്ടും. അതുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ദൈവത്തിൻ്റെ ഒരു കാരുണ്യമുണ്ടാകും, ഒരു കടാക്ഷമുണ്ടാകും. ഈ സംഘടന ഇനിയും കൂടുതൽ മേഖലയിലേക്ക് ഈ കാരുണ്യ പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം വ്യാപിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ ഞാൻ നിർവഹിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു സാർ, അങ്ങയുടെ വിലയേറിയ വാക്കുകൾക്ക്. പ്രിയപ്പെട്ടവരെ, 3 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ MP ആണ് ധനസഹായ വിതരണം നടത്തുന്നത്. പ്രിയരെ, ആദ്യകാല ഹോട്ടൽ വ്യാപാരിയും ഹെൽത്ത് ഇൻസ്പെക്ടറും നീലേശ്വരം KHRയുടെ പ്രതിമ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റിയുമായിരുന്ന CS മുഹമ്മദ് കുഞ്ഞിയുടെ കുടുംബത്തിന് KHR സംസ്ഥാന കമ്മിറ്റി വിഭാവനം ചെയ്ത കുടുംബ സുരക്ഷാ പദ്ധതിയുടെ 10 ലക്ഷം രൂപയുടെ ചെക്ക് കാസർഗോഡിൻ്റെ പ്രിയപ്പെട്ട MP ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകുകയാണ്. ചെക്ക് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നോമിനിയെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ KHRയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി, ഇവിടെ ആമുഖം ഭാഷണം നടത്തിയ നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയപാൽജി, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കാസർഗോഡിൻ്റെ പ്രിയങ്കരനായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ ധനസഹായം ഏറ്റുവാങ്ങിയ കുടുംബാംഗങ്ങളെ, കാരണം മറ്റു വ്യാപാര സംഘടനകൾ ഇത്തരത്തിലുള്ള സഹായം നൽകുന്നുണ്ടെങ്കിലും അവർ തൊഴിലാളികളെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി 1 വർഷം മുമ്പ് ആരംഭിച്ചത്. ഈ 1 വർഷത്തിനകം തന്നെ ഏകദേശം 36 പേർക്കാണ് നമ്മൾ ഈ ധനസഹായം ചെയ്തിരിക്കുന്നത്. ചെയ്യാനിരിക്കുന്നതും ബാക്കിയുണ്ട്, അത് അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. 36 പേർക്ക് 1 വർഷത്തിനകം 36 പേർ. ഒരു സഹപ്രവർത്തകൻ നമ്മ വിട്ട് പിരിയുമ്പോൾ അദ്ദേഹത്തെ ഓരോരാളും കൊടുക്കേണ്ടത് 100 രൂപ. അപ്പൊ 36 സഹപ്രവർത്തകർ ഒരു വർഷം കൊണ്ട് നമ്മെ വിട്ട് പിരിഞ്ഞപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വന്നത് 3600 രൂപ. 3600 രൂപ ഒരു ദിവസത്തേക്ക് 10 രൂപ. ഒരു ദിവസം നമ്മൾ 10 രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ സഹോദരന്റെ, നമ്മുടെ കൂടെ പ്രവർത്തിച്ച നമ്മുടെ പ്രവർത്തകന്റെ കുടുംബത്തിന് ലഭിക്കുന്നത് 10 ലക്ഷം. ആ കുടുംബത്തിനൊരു അത്താണിയാവുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രത്യേക രീതിയിൽ വിഭാവനം ചെയ്തതാണ് ഈ പദ്ധതി. ആ കണക്കിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം.
36 പേർക്ക് ഒരു വർഷം കൊണ്ട് കൊടുക്കേണ്ടി വന്നത് 3,60,00,000 അല്ലേ? ഈ 3,60,00,000 രൂപ സമാഹരിക്കുന്നത് ഒരു സാധാരണ ഹോട്ടലുകാരന് 100 രൂപ വീതം വാങ്ങുമ്പോഴാണ്. അപ്പൊ ഒരു ദിവസം കൊടുക്കേണ്ട ഒരു ഹോട്ടലുകാരൻ 10 രൂപ. ഈ 10 രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ 36 കുടുംബം സംരക്ഷിക്കപ്പെടുന്നു. ഇതൊരു ശരിക്കും പറഞ്ഞാൽ സാങ്കേതികമായി അദ്ദേഹം വളരെയധികം ആലോചിച്ച് ചെയ്തൊരു കാര്യമാണ്. ഈ സംസ്ഥാന കമ്മിറ്റി ചർച്ചയ്ക്ക് വന്നപ്പോൾ നമ്മളെല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിച്ചു. ആദ്യമൊക്കെ വളരെ താല്പര്യമായിരുന്നു എല്ലാവർക്കും. പക്ഷേ ആരംഭശൂരത എവിടെയോ വന്നുപോയോ എന്ന് സംശയിക്കുന്നു. ആദ്യം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട MP പറഞ്ഞു 9,500. ഞങ്ങളുടെ മെമ്പർമാർ ആകെ 45,000. പക്ഷെ ഇതിൽ മെമ്പർമാർ 9,500. അത് 10,000 ആയെങ്കിൽ മാത്രമേ അത് പൂർണ്ണതയിൽ എത്തൂ എന്നാണ് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞത്. 10,000 പോരാ, ഒരു 20,000 മെമ്പർമാരെങ്കിലും അതിലുണ്ടാവണം. ഒരു ഹോട്ടലുകാരൻ 5 രൂപ നീക്കി വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകാരുടെ കുടുംബം സംരക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് സംസ്ഥാന കമ്മിറ്റി ആഗ്രഹിക്കുന്നത്, ആവിഷ്കരിച്ചിരിക്കുന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആസൂത്രണം ചെയ്ത പദ്ധതി, കുടുംബ സുരക്ഷാ പദ്ധതിയുമായിട്ട് ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മുടെ അംഗങ്ങളുടെ എണ്ണം 9,500 നമ്മൾ കൊടുക്കുന്നത് 10 ലക്ഷമാണ്. നമ്മുടെ സംഘടനയിൽ നിന്നും 50,000 രൂപയോളം നമ്മൾ എടുത്തുകൊണ്ടാണ് ഈ പൈസ കൊടുക്കുന്നത്. ഒരു വ്യക്തിക്ക് 50,000 കൊടുത്താൽ പോരല്ലോ. അപ്പോൾ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ 36 പേർക്കും ഈ പൈസ കൊടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അംഗങ്ങൾ ഇത് വളരെ ശക്തമായി തന്നെ, അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഈ പ്രവർത്തനങ്ങളിലെ ആ മെമ്പർ ആയിക്കൊണ്ട് ഇതിൽ എന്റെ ഒരു പങ്കുണ്ടാവണം. ഇതൊരു ചാരിറ്റിയാണ്, കുടുംബ സുരക്ഷയാണ്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കട തുറന്നു വെച്ച് പണിയെടുത്താൽ പോലും പക്ഷേ ഓരോ ജില്ലകളിലും ഓരോ നഗരങ്ങളിലും എല്ലാ ഹോട്ടലുകളും ലാഭകരമായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. പലർക്കും നഷ്ടത്തിൽ പോകുന്ന കടകളുമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു സുരക്ഷ, കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാനില്ലാതെയാവുമ്പോൾ എന്റെ കുടുംബത്തിന് കിട്ടുന്നതാണല്ലോ എന്നുള്ള ചിന്തയൊക്കെ ഒഴിവാക്കി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമായിരിക്കും എന്ന് മാത്രം ആ കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ എല്ലാ മെമ്പർമാരും എല്ലാവരും അതിനകത്ത് പങ്കാളികളാവണം. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കേരളത്തിലെ ഹോട്ടൽ ഉടമകളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായെങ്കിൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ അതുകൂടാതെ ഇപ്പോൾ ബഹുമാനപ്പെട്ട MP ഇവിടെ സൂചിപ്പിച്ചു. MP നല്ലൊരു പ്രസംഗമാണ് നടത്തിയത്. മാത്രവുമല്ല നമുക്കുണ്ടാകുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം സവിസ്തരം പ്രതിപാദിച്ചതോടൊപ്പം തന്നെ നമുക്ക് പല രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഈ വേറൊരു രീതിയിൽ കൂടി അതിന് നമുക്ക് സാന്നിധ്യമാകുവാൻ, അവരെ കൂടെ സഹായിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് KHR. 1-2 കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി KHR സുരക്ഷാ പദ്ധതി വിഭാവനം ചെയ്തപ്പോൾ അത് വടക്കൻ മേഖലകളിലെ ജില്ലകളില് എല്ലാ യൂണിറ്റിലും വീടാനന്തരം എന്ന് പറയുന്നത് പോലെ എല്ലാ ഹോട്ടൽ ഉടമകളുടെയും ഒരു ഹോട്ടലിൽ ഉണ്ടാവുന്ന സമയം നോക്കി കാത്തിരുന്ന് കഴിയുന്നത്ര ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി, യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി അല്ലെങ്കിൽ ആത്മസമർപ്പണം നടത്തിയിട്ടുള്ള ഈ കർമ്മ പദ്ധതിയിൽ ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയെ. ഈ സമയത്ത് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പദ്ധതിയിൽ ചേർന്ന അംഗങ്ങള് ഇന്ന് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുമാറ് 3 പേർക്ക് നമ്മൾ 10 ലക്ഷം രൂപ വിതരണം ചെയ്തപ്പോ അതിന്റെ ഒഫീഷ്യൽ വർക്കുകളെല്ലാം പൂർണ്ണമായ സാഹചര്യം ഉണ്ടായപ്പോ എത്രയും പെട്ടെന്ന് തന്നെ അത് കൊടുത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ച് അത് കൊടുക്കണം
എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നിർദ്ദേശം വന്നപ്പോ കാസർഗോഡ് ജില്ലയിലെ പൊതുസമൂഹം കാണുമാറ് കേൾക്കുമാറ് വ്യാപാര സമൂഹം ശ്രമിക്കുമാറ് കാസർഗോഡ് ജില്ലയിലെ ഹോട്ടൽ വ്യാപാര മേഖലയിലെ ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ഭാരവാഹികളെയും പ്രവർത്തകരെയും സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിലെമ്പാടുമുള്ള നമ്മുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ സാക്ഷികളാക്കിക്കൊണ്ട് ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുള്ള നല്ലൊരു പരിപാടി ബഹുമാന്യനായ ജില്ലയിലെ MP-യെ ഉദ്ഘാടനമാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള നല്ലൊരു പരിപാടി ഏറ്റെടുത്ത് വിജയിപ്പിച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ പൊതുവാൾ സാർ പറഞ്ഞ പോലെ ഈ പദ്ധതി ഒരു തുടർ പ്രക്രിയയാണ്, ഇത് അവസാനിക്കുന്നില്ല. നമ്മളെല്ലാവരും ഒരു എണ്ണയിട്ട യന്ത്രം കണക്ക് ഈ പദ്ധതിയിൽ ചേർന്ന ഓരോ വ്യക്തിയും മരിക്കുമ്പോൾ അതിന്റെ വിഹിതം വളരെ കൃത്യമായി തന്നെ അടച്ചാൽ മാത്രമേ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഫണ്ട് കുറയാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകർക്ക് നമുക്ക് കൃത്യമായ സമയത്ത് ഇതേപോലെ അത് കൊടുക്കുവാൻ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ഇതിൽ ചേരാത്ത 55 വയസ്സിന് താഴെയുള്ള ആളുകളെ ചേർക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ യൂണിറ്റിലെ പദ്ധതിയിൽ ചേർന്ന പലരും ഉറക്കത്തിലാണ്. അവർ യഥാസമയം ഇതിന്റെ കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സാഹചര്യം സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിലെല്ലാം വരുമ്പം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും അതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ഈ പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ട്. 30 ലക്ഷം രൂപയാണ് ഇന്ന് ഇവിടെ കൊടുത്തത്. 2 ദിവസം മുമ്പ് പാലക്കാട് ജില്ലയിലെ 50 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് 5 പേർക്ക്. ഇനി വരും അടുത്ത ആഴ്ച തന്നെ എറണാകുളത്ത് വിതരണം ചെയ്യും. അപ്പൊ വളരെ കൃത്യമായി ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സംഘടന നമ്മുടെ എല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി തയ്യാറാക്കിയിട്ട് ഒരു ബൃഹത് പദ്ധതി, സുരക്ഷാ പദ്ധതി, താങ്ങും തണലും സുരക്ഷിത കവചവുമായി നിൽക്കുന്ന ഒരു പദ്ധതി, അത് വിജയിക്കുന്നതിന് നമ്മുടെ എല്ലാം പരിശ്രമങ്ങൾ ആവശ്യമാണ്. ആ പരിശ്രമങ്ങൾക്കാവട്ടെ നമ്മുടെ എല്ലാ മുൻഗണന വരും കാലങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സുരക്ഷാ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും മാറ്റിവെക്കണം, പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് KHR. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതുവരെ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് വളരെ ശക്തമായി പ്രവർത്തിച്ചതിന്റെ പേരിലാണ് ഇന്ന് നിങ്ങൾ ഇന്നത്തെ ഈ പരിപാടി വരെ, ഈ സുരക്ഷാ പദ്ധതി വരെ ഇത്രയും വിജയിച്ചു. എന്നാൽ ഇവിടെ നമ്മളെ സംസാരിച്ച എല്ലാവരും പറഞ്ഞു നമ്മുടെ പ്രയാസങ്ങളും നമ്മളെ ബജറ്റും ഇവിടെ അവതരിപ്പിച്ചു. നമുക്ക് 50,000 രൂപ കമ്മിറ്റി ഓരോ പേര് മരിക്കുമ്പോഴും കമ്മിറ്റിയിൽ നിന്ന് കൊടുക്കുന്ന ഈ അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ഒരൊറ്റ കാര്യം, ഇത്രയും ശക്തമായി പ്രവർത്തിച്ച് മാതൃക കാണിച്ച കാസർഗോഡ്, കേരളത്തിൽ എന്ത് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരെയും കാസർഗോഡ് സ്ഥലം മാറ്റില്ല പതിവ്. കാരണം എന്താ, ഏറ്റവും പിന്നോക്കം. ആ പിന്നോക്ക ജില്ലയിൽ ഇത്രയും ശക്തമായി പ്രവർത്തിച്ച നിങ്ങളെ ഒരു മാതൃക കാണിച്ചുകൊണ്ട് എന്താ പറഞ്ഞ എല്ലാവരെയും ചേർത്തുകൊണ്ട് നമ്മളെ സുരക്ഷാ പദ്ധതി മുന്നോട്ട് മറ്റുള്ള 13 ജില്ലക്കും മാതൃക കാണിച്ചുകൊണ്ട് എല്ലാവരും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ച് കേരളം ഒട്ടുക്കും നമുക്ക് സജീവമായി പ്രവർത്തിച്ച് നമ്മളെ ബഹുമാനപ്പെട്ട MP ഇവിടെ പറഞ്ഞ ആ ഒരു കാര്യം, അതായത് മരിച്ചവർക്ക് മാത്രമല്ല മരണശയ്യയിൽ കിടക്കുന്ന വളരെ സഹായിക്കേണ്ട രോഗികൾ വരെയുണ്ട്. അവരെ പോലും സഹായിക്കാൻ നമ്മൾ ഈ 10,000 എന്നുള്ള നമ്പറിൽ നിന്ന് നമ്മൾ മുഴുവൻ അംഗങ്ങളെയും ഉൾപ്പെടുത്തിയാൽ നമുക്ക് പല പദ്ധതികളും നടപ്പിൽ വരുത്താൻ സാധിക്കണം. അതിനുള്ള ഫണ്ടുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മളെടുത്ത് വരും. എല്ലാവരെയും സഹായിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കാസർഗോഡിനെ പോലെ മറ്റുള്ളവരും നമ്മളെ എല്ലാ ജില്ലക്കാരും എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നേരിട്ട് നന്ദി. ജയ് ഭാരത്. നല്ലൊരു പരിപാടിയാണ് ഇവിടെ കാസർഗോഡ് ജില്ല നടത്തിയിരിക്കുന്നത്. കാരണം നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരും കൂടി അറിയണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തിയൊരു പരിപാടിയാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ സുരക്ഷാ പദ്ധതി യൂണിറ്റുകൾ നല്ല രീതിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സൗഹൃദത്തിലൂടെ സംഘടനയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സംഘടന ആരംഭിച്ച ഈ സുരക്ഷാ പദ്ധതി അതിൻ്റെ ഫണ്ട് കൊടുക്കൽ ചടങ്ങാണ് ഇവിടെ നടന്നത്. നമുക്കറിയാം, ഏതൊരു ശ്മശാനത്തിൻ്റെ സൈഡിലൂടെ കടന്നു പോകുമ്പോഴും ഇന്ന് ഞാൻ നാളെ നീ എന്ന ഒരു വാക്യം അവിടെ കാണും. തൻ്റെ ജീവിതത്തിൽ, തൻ്റെ വ്യവസായത്തിൻ്റെ പ്രവർത്തനത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും മറന്നുപോയിക്കൊണ്ട് ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മറന്നുകൊണ്ട് ബിസിനസ് നടത്തുകയും ഹോട്ടൽ വ്യവസായം നടത്തുകയും ആ ഹോട്ടൽ ഉടമ മരണപ്പെട്ടു പോകുമ്പോൾ ആ കുടുംബം വളരെ കടബാധ്യതയിലേക്ക് കടന്നു പോകുന്ന സാഹചര്യമാണ് നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആ കുടുംബങ്ങളെ സഹായിക്കുവാനായി നടത്തിയ ഈ സുരക്ഷാ പദ്ധതി ഇന്നിവിടെ പ്രാവർത്തികമാക്കുക. കാസർഗോഡ് 3 അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അതിന് നേതൃത്വം നൽകിയ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്കും ഈ സുരക്ഷാ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന സംസ്ഥാന കമ്മിറ്റിക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒത്തിരി നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലയ്ക്ക് ടൗൺ യൂണിറ്റിനും എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ യൂണിറ്റുകൾ ശക്തമായി ആളുകളെ ചേർക്കുകയും യൂണിറ്റുകൾ ജില്ലയുടെ അണ്ടറിൽ കോൺട്രിബ്യൂഷൻ വാങ്ങി അടക്കുകയും ചെയ്താൽ മാത്രമേ ഈ പദ്ധതി നമുക്ക് ശക്തമായി കൊണ്ട് നിലനിന്ന് പോകാൻ സാധിക്കുള്ളൂ. ഇനിയും ഒരുപാട് ആളുകൾ ഈ പദ്ധതിയിലേക്ക് വരുവാനുണ്ട്. അവർക്കിതൊരു പ്രചോദനമായിക്കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ മരണമടഞ്ഞാൽ പൈസ കൊടുക്കുന്നൊരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ കുടുംബത്തിന് നമ്മൾ തന്നെ ഒരു കൈത്താങ്ങായി നമ്മളെ മരണശേഷവും നമ്മളൊക്കെ എല്ലാവർക്കും പറയാം, നമ്മളെല്ലാവരും ചെറിയ കച്ചവടക്കാരാണ്, കടമില്ലാത്ത കച്ചവടക്കാരില്ല. അവനവൻ്റെ വിരലിനനുസരിച്ച് വീക്കം നമുക്കെല്ലാവർക്കും ഉണ്ട്, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ കച്ചവടത്തിൽ ബാക്കി വെച്ച് പോകുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാനും ഇല്ല കടക്കാരനല്ലെങ്കിൽ നമ്മളെ മക്കളെ പഠിത്തത്തിനോ അല്ലെങ്കിൽ മറ്റ് കുടുംബ സാധ്യതകൾക്ക് വേണ്ടി ഉപയോഗിക്കാനോ നമുക്ക് ഈ പണം കൊണ്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു കാഴ്ചപ്പാട് കണ്ടുകൊണ്ടാണ് സംഘടന ഇത്രയും വലിയൊരു റിസ്ക് ആണെങ്കിൽ പോലും അത് ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം കയ്യിൽ നിന്നും പണം ചെലവായിക്കൊണ്ട് പോലും സംഘടന മുമ്പോട്ട് ഈ പദ്ധതി കൊണ്ടുപോകുന്നത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കാം. നമ്മളായാലും പാലക്കാട് നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ കാസർഗോഡുള്ള ആൾ ചിലപ്പോൾ കണ്ടിരിക്കാൻ സാധ്യതയില്ല അദ്ദേഹത്തിന്. നമ്മൾ 100 രൂപ അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കുകയാണ്. അതൊരു നല്ല വലിയൊരു മനസ്സ് സാന്നിധ്യം കാണിച്ചുകൊണ്ട് അത് യഥാസമയത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പദ്ധതി വളരെ കൃത്യമായിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന അംഗങ്ങളെ വളരെ പ്രയാസവും സന്തോഷവുമുള്ള ദിവസമാണ്. കാരണം നമ്മുടെ 3 വ്യക്തികൾ നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞു. അതുകൂടെ നമ്മുടെ പരിപാടി വളരെ വിജയിപ്പിക്കാൻ ഈ കാസർഗോഡ് ജില്ല കാണിച്ച ഒരു ആവേശം, നമുക്ക് നമ്മുടെ യൂണിറ്റിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ജില്ലയെ പരിപോഷിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്ത ബോധം നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും പലതും ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പദ്ധതി തന്നെ നമുക്ക് വളരെ വിഷമഘട്ടത്തിലോട്ട് പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ വിഭാവനം ചെയ്ത പരിപാടി വളരെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ രീതിയിലും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സദസ്സിലിരിക്കുന്ന ഏറെ സ്നേഹമുള്ളത് ഒരു സംഘടന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിലകൊള്ളുക. എല്ലാ സംഘടനയും അങ്ങനെയാണ് നിലകൊള്ളുക. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും സമാനമായ രീതിയിൽ ഇവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി കുറേ കാലമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിനൊപ്പം തന്നെ അവരുടെ തൊഴിൽ മേഖലയും സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഒരു സുരക്ഷാ പദ്ധതിയിലൂടെ അവരുടെ കുടുംബത്തെ കൂടി ചേർത്ത് പിടിക്കാനുള്ള അതിനുള്ള ഈ തീരുമാനത്തെ കുടുംബത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സഹായം നൽകുന്ന ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും കാസർകോട്ടെ മാധ്യമ ലോകത്തിന് വേണ്ടി നേരുന്നു. അഭിവാദ്യം. നാളെ നമ്മൾ ഭരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മളൊരു ചോദ്യചിഹ്നമാകരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കാളികളാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ച ഇതിൻ്റെ കാസർഗോഡ് ജില്ലാ ഭാരവാഹികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. അതിലേറെ നമ്മുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബിജുവിനെ വളരെ പ്രത്യേകമായിട്ട് കഴിഞ്ഞ 2 ദിവസം തന്നെ പാലക്കാടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു. തിരുവനന്തപുരമാണെങ്കിൽ അദ്ദേഹം പോകും.
നമുക്കും വേണ്ടിയിട്ട് രാപ്പകലില്ലാത്ത ഓടുന്ന ഒരു സെക്രട്ടറി നമുക്ക് കാസർഗോഡ് ജില്ലക്കുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ട് മാത്രം പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. KHRA നടപ്പിലാക്കിയ ഈ പദ്ധതി ചെറിയ പദ്ധതിയല്ല, വലിയ പദ്ധതി, തികച്ചും മാതൃകാപരവും അനുകരണീയവുമാണ്. നമ്മുടെ വ്യാപാര മേഖലയിൽ ഇതുപോലത്തെ പദ്ധതികൾ നമ്മുടെ വ്യാപാരികളുടെ കുടുംബത്തിന്റെ സുരക്ഷ നൽകുന്ന ഈ വലിയ പദ്ധതി ഈ നടപ്പിലാക്കിയ KHRAക്ക് അഭിനന്ദനം അർപ്പിക്കുന്നതോടൊപ്പം ഈ പരിപാടിക്ക് എല്ലാ ഭാഗങ്ങളും വ്യാപാരി വ്യവസായ സമിതിയുടെ എല്ലാ ആശംസകളും നേർന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ കാസർഗോഡ് ജില്ലയിൽ മരണപ്പെട്ട അംഗങ്ങൾക്കുള്ള ധനസഹായ വിതരണത്തിന്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടന വേദിയിലാണ് നാം എല്ലാവരും ഉള്ളത്. ഹോട്ടൽ അസോസിയേഷന്റെ മിക്കവാറും പരിപാടികളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിനകത്ത് ഒതുങ്ങി കൂടിയിരുന്ന കാലഘട്ടങ്ങളായിരുന്നു കഴിഞ്ഞ കാലങ്ങൾ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഹോട്ടൽ അസോസിയേഷന്റെ എല്ലാ പരിപാടികളും പൊതുസമൂഹം അറിയുന്ന രീതിയിൽ പബ്ലിക് മീറ്റിങ്ങുകളായി മാറുന്ന ഒരവസ്ഥയിലേക്ക് സംഘടനാ സംവിധാനം വളർന്നു എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കും. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇത്രയും തിരക്കേറിയ സ്ഥലത്ത് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുവാൻ ധൈര്യം കാണിച്ച ബിജു അടക്കമുള്ള ഇതിന്റെ ഭാരവാഹികളെ ഈ അവസരത്തിൽ അനുമോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. കൂടുതലായി ഒന്നും പറയുവാനില്ല. ഇവിടെ സുരക്ഷാ പദ്ധതിയെ കുറിച്ചുള്ള എല്ലാ വശങ്ങളെ കുറിച്ചും ഇതിന്റെ ഭാരവാഹികളോട് വളരെ കൃത്യമായി പറഞ്ഞു. ഇവിടെ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യുവാൻ കഴിയും. പലപ്പോഴും നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിട്ട് വാഗ്ദാനങ്ങൾ പറഞ്ഞു പോകുമ്പോൾ പിന്നീട് വരുമ്പോൾ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ആ തടസ്സങ്ങൾ മാറ്റിയെടുക്കുവാൻ നിങ്ങൾ എല്ലാവരും ആ നേതൃത്വത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ സുരക്ഷാ പദ്ധതി കഴിയുന്നത്ര അംഗങ്ങളെ ചേർക്കുവാൻ വേണ്ടി അവരോടൊപ്പം നിൽക്കണം എന്ന് മാത്രം ഈ വലിയ വേളയിൽ പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും എല്ലാവർക്കും ഉറപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കാസർഗോഡ് ജില്ലയുടെ പ്രവർത്തനം നല്ല രീതിയിൽ സുരക്ഷാ പദ്ധതിയുമായി മുന്നോട്ട് പോകണം. നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ആനുകൂല്യം എല്ലാ അംഗങ്ങൾക്കും ലഭിക്കണം. അതിൻ്റെ പ്രവർത്തനമായിട്ട് എല്ലാ അംഗങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഇതിൻ്റെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളും കറക്റ്റായിട്ട് അടച്ചാൽ മാത്രമേ നമുക്ക് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ അംഗങ്ങളും നമ്മുടെ സംഘടനയുടെ ഈ പദ്ധതിയെ വിജയിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. കാസർഗോഡ് ജില്ല ഈ പ്രവർത്തനമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ ഈ പ്രവർത്തനത്തിന് എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. എല്ലാ കാസർഗോഡ് ജില്ലയുടെ സെക്രട്ടറി ആയാലും പ്രസിഡൻ്റായാലും മറ്റു എല്ലാ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ വിചാരിക്കുന്നത്. എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് KHRA. അതുപോലെ തന്നെ ഈ പദ്ധതി മനസ്സിലാക്കാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇതിന്റെ കാര്യഗൗരവങ്ങൾ നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്ന MP സാറ് മഹാന്മാരുടെ കോട്ടുകൾ എടുത്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു. ആ കോട്ടില് ഇത്തരം സഹായങ്ങളും സഹകരണങ്ങളും മുൻഗാമികളും ഇവിടെ എഴുതി വെച്ചു പോയിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് KHRA അത് നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ. അതുപോലെ തന്നെ ഈ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മളെ കാസർഗോഡ് MP ബഹുമാനപ്പെട്ട MP രാജമോഹൻ ഉണ്ണിത്താൻ സാറിനെ ആദ്യമായി ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മളെ എല്ലാ ജില്ലയിൽ നിന്നും നമ്മളെ ഈ പരിപാടി കാണുവാനും ഇതിൽ പങ്കുചേരുവാനും ആത്മാർത്ഥമായി വന്ന എല്ലാ ജില്ലയിലുള്ള നേതാക്കന്മാർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, 6 മണിക്ക് 1 മിനിറ്റ് ബാക്കിയുണ്ട്. ആ 1 മിനിറ്റിൽ ഒരു സംഭാഷണം. നമുക്കറിയാം, നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല സംഘടനകളും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ KHRA ഇരുന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു വാക്കാണ് സൗഹാർദ്ദത്തിലൂടെ സംഘടന വളർത്തുക. ആ സൗഹാർദ്ദത്തിലൂടെ സംഘടന എങ്ങനെ വളർത്തുന്നതെന്ന് ഇന്ന് ഈ വേദിയിൽ വെച്ച് കാണാൻ ഇടയായി. കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഇത്രയും ജില്ലകളിൽ നിന്ന് ഇവിടെ ഈ ആളുകൾ വരണമെങ്കിൽ അത് KHRA എന്ന് പറയുന്ന ആ വൻ വൃക്ഷത്തിൻ്റെ കീഴിൽ സൗഹാർദ്ദപരമായി നമ്മളെല്ലാം ഇടപെട്ടതുകൊണ്ടും സൗഹാർദ്ദപരമായി സംഘടന വളർത്തിയതുകൊണ്ടുമാണ്. അതായത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട്
പ്രിയപ്പെട്ട പ്രസിഡന്റിന്റെ അനുവാദത്തോടു കൂടി ഈ പ്രോഗ്രാം അവസാനിച്ചു. താങ്ക് യു.